കഴക്കൂട്ടത്തെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ഐ.ടി ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവമുണ്ടായത്. ലോറി ഡ്രൈവറായ പ്രതി സംഭവശേഷം മധുരയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസ് സംഘം മധുരയിലെത്തി പ്രതിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ യുവതി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞെട്ടി ഉണർന്നപ്പോൾ പ്രതി ഇറങ്ങിയോടുകയായിരുന്നുവെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും യുവതി പോലീസിനെ അറിയിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഹോസ്റ്റലിലെ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു യുവതി താമസിച്ചിരുന്നത്. രാവിലെയാണ് ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിച്ചതെന്നും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തി ടെക്നോ പാർക്കിലടക്കം ജോലി ചെയ്യുന്ന ഒട്ടേറെ യുവതികൾ ഇവിടെ വീട് വാടകയ്ക്കെടുത്തും പേയിങ് ഗസ്റ്റായും കഴിയുന്നുണ്ട്. അത്തരമൊരു സ്ഥലത്തുണ്ടായ ഈ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഐ.ടി ജീവനക്കാരിയായ 25-കാരിയെയാണ് മുറിക്കുള്ളിൽ ആരുമില്ലാത്ത സമയം നോക്കി അതിക്രമിച്ചത്. 2 നില കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് പെൺകുട്ടിയുടെ മുറി. റൂംമേറ്റ്സ് കൂടെയില്ലെന്നും നൈറ്റ് ഡ്യൂട്ടിയിലാണെന്നും കൃത്യമായി ബോധ്യമുള്ളയാളാകും പ്രതിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ മുറിയിൽ പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റു മുറികളിലെല്ലാം ഒന്നിലേറെ പേരുണ്ടായിരുന്നു. ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളാണ് കൃത്യത്തിന് പിന്നിലെന്നും പോലീസ് കണക്കുകൂട്ടിയിരുന്നു. ഇതിനിടെ ഹോസ്റ്റലിലെ പീഡനത്തെക്കുറിച്ച് കഴക്കൂട്ടത്തെ ഹോസ്റ്റലുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി. ഹോസ്റ്റലുകളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. വനിതാ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നഗ്നതാ പ്രദർശനമടക്കം സാമൂഹിക വിരുദ്ധരുടെ ശല്യം നേരത്തെയും ഉണ്ടായിരുന്നു. ഇതിനെതിരെ പരാതികളും ഉയർന്നതാണ്. ഇതിനിടയിലാണ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയുള്ള പീഡനം നടന്നത്. പ്രതിയെ ഉടൻ തന്നെ പോലീസ് കേരളത്തിലെത്തിക്കുകയും ചെയ്യും. എന്തായാലും ഇത്രയധികം പേരുള്ള ഒരു ഹോസ്റ്റലിൽ ഈ പ്രതി എങ്ങനെ എത്തി എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല, പകൽ സമയങ്ങളിൽ ആരുമില്ല എന്നൊരു കാര്യം ഈ വ്യക്തിക്ക് നന്നായി അറിയാമായിരുന്നു. ഇത് ദിവസങ്ങളോളം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കാം എന്നും പോലീസ് സംശയിക്കുന്നു. അല്ലാത്തപക്ഷം ഇത്രയേറെ പേർ താമസിക്കുന്ന ഈ ഹോസ്റ്റലിൽ പെൺകുട്ടി ഒറ്റയ്ക്കാണെന്ന കാര്യം എങ്ങനെ മനസ്സിലാക്കി എന്ന കാര്യത്തിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ഇന്ന് രാവിലെയോടെയാണ് പോലീസ് പിടികൂടിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹോസ്റ്റലുകൾക്കൊക്കെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്നാണ് പ്രദേശത്തെ ഹോസ്റ്റൽ ഉടമകൾക്ക് ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.